ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട മാധവിക്കുട്ടി അല്ല, നമ്മുടെ സ്വന്തം ആമി. ആമി എഴുതിയ ചന്ദനമരങ്ങൾ എന്ന നോവലിനെ കുറിച്ചാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഡോക്ടർ ഷീലയും കല്യാണിക്കുട്ടിയുമാണ്. അവരുടെ കൗമാരവും പ്രണയവും വിവാഹവും പ്രതികാരവും നിസ്സഹായാവസ്ഥയും ഇതിൽ അതിമനോഹരമായിട്ടാണ് ആമി വിവരിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹം ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടുന്ന ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ് 1988 ആമി എഴുതി വച്ചിരിക്കുന്നു. എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ അത്. അപ്പം ഇങ്ങനെ നമുക്ക് കഥയിലേക്ക് കടന്നാലോ? വിമാനത്താവളത്തിലേക്ക് സ്വയം കാറോടിച്ച് പോകുമ്പോൾ ഞാൻ എന്നോട് തന്നെ ഓർമ്മിപ്പിച്ചു, അവളെ യാത്രയാക്കാൻ ഞാൻ പോകുന്നതും എൻ്റെ ഔദാര്യത്തിൻ്റെ അമിതാഭിനയമാണ്. അവൾ ഒടുവിൽ തൻ്റെ യഥാർത്ഥ രൂപവും വർണ്ണവും പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. എന്നെയും മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരുമായ എൻ്റെ കുടുംബാംഗങ്ങളെയും കലശലായി വെറുക്കുന്ന ഒരു ശത്രുവിൻ്റെ രൂപം. പക്ഷേ കാറ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുവാനും ചിറകറ്റ കഴുകനെപ്പോലെ അവിടെ ചൂളിയിരിക്കുന്ന എൻ്റെ വൃദ്ധ ഭർത്താവിനെ വാക്കുകളാലും വിരലുകളാലും സമാധാനിപ്പിക്കുവാനും ഒരു പ്രത്യേക ദുരഭിമാനം എന്നെ അനുവദിച്ചില്ല. സ്റ്റീൽ പാത്രങ്ങളും പ്ലാസ്റ്റിക് ബക്കറ്റുകളും വർണ്ണശബളങ്ങളായ ലുങ്കികളും മറ്റും പ്രദർശിപ്പിച്ച കടകൾ കടന്ന് 3 നിരത്തുകൾ ഒത്തുചേർന്ന കവലയിലെത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ വണ്ടി നിർത്തി. പിന്നിൽ വന്നിരുന്ന ഒരു ഓട്ടോറിക്ഷ എൻ്റെ കാറിൽ വന്നിടിച്ചൊരു തേങ്ങലോടെ നിന്നു. അതിൻ്റെ ഡ്രൈവർ കയ്യാങ്ക്യം കാണിക്കുകയും ചുണ്ടുകൾ കോട്ടുന്നതും ഞാൻ കണ്ണാടിയിൽ കണ്ടു. വീണ്ടും ഞാൻ എൻ്റെ യാത്ര തുടർന്നു. ആവി തട്ടിയ ചില്ലുകൾ പോലെയായി കഴിഞ്ഞിരുന്നു കണ്ണുനീർ കലങ്ങിയ എൻ്റെ കണ്ണുകൾ. വഴിപോക്കരുടെ മുഖങ്ങൾ എനിക്ക് അവ്യക്തങ്ങളായി. അവരുടെ വസ്ത്രങ്ങളുടെ വർണ്ണങ്ങൾ എൻ്റെ കണ്ണുകളെ നോവിപ്പിച്ചു. ഞാൻ കല്യാണിക്കുട്ടിയെ ഓർത്തു നോക്കി, പ്രതികാര ദുർഗയായി മാറിയ കല്യാണിക്കുട്ടിയെ. പക്ഷേ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് പണ്ടത്തെ കല്യാണിക്കുട്ടിയായിരുന്നു. എന്നെ ആലിംഗനം ചെയ്ത് എൻ്റെ കഴുത്തിലും ചുമലിലും ചുടു കണ്ണുനീർ വീഴ്ത്തിയ ആത്മസ്നേഹിത. അന്നൊക്കെ അവൾ ഗ്രാമീണയായിരുന്നു, ചന്ദന നിറമുള്ള പെൺകുട്ടി. എൻ്റെ വീട്ടുവളപ്പിൽ മാവിൻ്റെ ഉയർന്ന കൊമ്പത്ത് കെട്ടിയിരുന്ന ഊഞ്ഞാലിൽ ആ മെലിഞ്ഞ കുട്ടി ചവിട്ടിക്കുതിച്ചു. ശേഖരൻ മാസ്റ്ററുടെ ഏകപുത്രി. എൻ്റെ പഴയ പാവാടകളും ബ്ലൗസുകളും ധരിച്ചെന്നെ സദാസമയവും അനുഗമിച്ചിരുന്നവൾ എൻ്റെ സഹപാഠിയായിരുന്നുവെങ്കിലും എൻ്റെ ഭക്ഷണമുറിയിലോ എൻ്റെ കിടപ്പറയിലോ അവൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഒരിക്കൽ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ എൻ്റെ കട്ടിലിൽ ഇരുന്നു. അത് കണ്ടതും മുറിയിൽ വന്ന എൻ്റെ മുത്തശ്ശി അവളെ ശകാരിച്ച് പുറത്താക്കി. എങ്ങനെ ധൈര്യം കിട്ടി ഈ പെണ്ണിന് അമ്മൂൻ്റെ കിടക്കയിൽ കയറിയിരിക്കാൻ? മുത്തശ്ശി ചോദിച്ചു. അതിനുശേഷം 3-4 ആഴ്ചകൾ കല്യാണിക്കുട്ടി എന്നെ കാണുവാൻ വന്നില്ല. അവളെ കാണാതെ എനിക്കും ജീവിതം മുഷിപ്പനായി തോന്നി. ഒടുവിൽ ഞാൻ അവൾക്ക് വേണ്ടി വാദിച്ചു. അവൾ എൻ്റെ ജാതിയിൽപ്പെട്ടവൾ തന്നെയല്ലേ, പഠിപ്പിൽ എന്നേക്കാൾ മിടുക്കി, പിന്നെ അവളുടെ ദാരിദ്ര്യം അത് പകർച്ചവ്യാധിയൊന്നുമല്ലല്ലോ. മുത്തശ്ശി എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടു. മുൻജന്മ പാപങ്ങൾക്ക് ശിക്ഷയായി ചിലർക്ക് ഈ ജന്മത്തിൽ മഹാദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുമെന്ന് അവർ പറഞ്ഞു. മുൻജന്മ സുഹൃത്തിൻ്റെ ഫലമായി ഞാനും എൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും സുഖവും സമാധാനവും അനുഭവിക്കുന്നുവെന്ന് മുത്തശ്ശി പറഞ്ഞു. കല്യാണിക്കുട്ടി തുടർന്ന് പഠിക്കുവാൻ ധനസഹായം ചെയ്തതും എൻ്റെ കുടുംബമായിരുന്നു. അവൾ പഠിച്ചു ഡോക്ടറായതും എൻ്റെ കുടുംബാംഗങ്ങളുടെ ഔദാര്യ നിമിത്തമായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അവൾ എന്നോടൊപ്പം കണ്ണുനീർ പൊഴിച്ചില്ല. എൻ്റെ അച്ഛൻ്റെ ശവം തെക്കിനിയുടെ നിലത്ത് കിടന്ന് തണുത്ത് മരവിച്ച് ദുർഗന്ധം വമിച്ചപ്പോൾ അവൾ വികാരരഹിതയായി കാണപ്പെട്ടു. ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് തേങ്ങുകയും എൻ്റെ ദുർദശയെപ്പറ്റി ആവലാതിപ്പെടുകയും ചെയ്തപ്പോഴും അവൾ തൻ്റെ കൈ ഉയർത്തി എൻ്റെ പുറം തലോടിയില്ല. പിന്നീട് ഒരിക്കൽ ഞാൻ അവളോട് അന്നത്തെ നിർവികാര സ്ഥിതിയെപ്പറ്റി സംസാരിച്ചു. നിന്റെ ഫീസ് അടച്ചിരുന്നത് എൻ്റെ അച്ഛനായിരുന്നുവല്ലോ. നിനക്ക് വസ്ത്രങ്ങൾ വാങ്ങുവാനും ഹോസ്റ്റലിൽ താമസിക്കാനും എൻ്റെ അച്ഛൻ്റെ ധനസഹായം വേണ്ടി വന്നല്ലോ. എന്നിട്ടും അച്ഛൻ മരിച്ചപ്പോൾ നീ കരഞ്ഞതേയില്ല. കണ്ടവരേക്ക് അന്ന് പറഞ്ഞിരുന്നു നീ നന്ദി കെട്ടവളാണെന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ, എനിക്കെന്ത് നഷ്ടം? ഇടയ്ക്കിടയ്ക്ക് എന്നിൽ നിന്നൊരു നന്ദി പ്രകടനം പ്രതീക്ഷിച്ചുകൊണ്ട് എനിക്ക് ധനസഹായം ചെയ്ത നിൻ്റെ അച്ഛനെ ഞാൻ വെറുത്തു. ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ എനിക്ക് സമ്മാനിക്കുവാൻ നിൻ്റെ അമ്മയും ഒരുങ്ങിയില്ല. ഞാൻ നിൻ്റെ നിഴലായി, നിന്നെ പരിചരിക്കാനുള്ള തോഴിയായി നിന്നെ അനുഗമിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. കല്യാണിക്കുട്ടി പറഞ്ഞു. നിർത്തൂ, നീ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചില്ല. നീ വാസ്തവത്തിൽ ആരാണ്? എൻ്റെ ശത്രുവോ? ഞാൻ ചോദിച്ചു. പെട്ടെന്ന് അവളുടെ മുഖത്തെ മാംസപേശികൾ അയഞ്ഞു. അവൾ കീഴടക്കാൻ കഴിവുള്ള ആ പുഞ്ചിരി വീണ്ടും ചുണ്ടിൽ പ്രദർശിപ്പിച്ചു. എൻ്റെ വാക്കുകൾ വ്യാജമായൊരു പൗരുഷ്യമുണ്ട്, പക്ഷേ
ഞാൻ അവളെ ആശ്ലേഷിപ്പിച്ച് എൻ്റെ മുഖം അവളുടെ ചുമലിൽ വിശ്രമിപ്പിച്ചു. കല്യാണിക്കുട്ടിയുടെ മൈത്രി കൂടാതെ ജീവിതം തുടരുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എൻ്റെ രഹസ്യങ്ങളെല്ലാം ഞാൻ അവളോട് പങ്കിട്ട് കഴിഞ്ഞിരുന്നു. അവൾ തൻ്റെ ചിന്തകൾ ഒളിപ്പിച്ചു. അവൾ ചിരിക്കുമ്പോൾ ആ ചിരി സന്തോഷത്തിൽ നിന്ന് ഉണ്ടായതല്ല എന്ന് ഞാൻ സംശയിച്ചു. അതുപോലെ തന്നെ അവളുടെ കണ്ണുനീരിന് ദുഃഖത്തിൽ വേരോടിയിട്ടില്ലെന്നും. ഞാൻ മറ്റൊരു പെൺകുട്ടികളുമായി അടുക്കുന്നത് അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. ഏതെങ്കിലും സഹപാഠിയുമായി ഞാൻ അടുത്താൽ ഉടനെ ആ വ്യക്തിയെപ്പറ്റി മോശമായ വിധത്തിൽ അവൾ സംസാരിച്ചു തുടങ്ങാറുണ്ടായിരുന്നു. ബന്ധങ്ങൾ തകർക്കുവാൻ അവൾക്ക് പല കൗശലങ്ങളും ഉണ്ടായിരുന്നു. ഒരിക്കൽ അവൾ പറഞ്ഞു, ഷീല, നീ ഒരു ആൺകുട്ടിയായിരുന്നുവെങ്കിൽ നിനക്കെന്നെ സ്നേഹിച്ചു തുടങ്ങാമായിരുന്നു. എൻ്റെ അച്ഛൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിൻ്റെ ഗുരുപുത്രിയാണ്. ഗുരുപുത്രിമാരെ സ്നേഹിച്ച രാജകുമാരന്മാരെ പറ്റി നീ കേട്ടിട്ടില്ലേ? നീ എന്തുകൊണ്ടാണ് ഒരാണായി ജനിച്ചില്ല? ഞങ്ങൾ രണ്ടുപേരും കുളത്തിൽ നീന്തിക്കളിക്കുകയായിരുന്നു. അവളുടെ നോട്ടത്തിന് മുമ്പിൽ പെട്ടെന്ന് ഞാൻ ലജ്ജാവതിയായി. എൻ്റെ അരക്കെട്ടും മാറിടവും അവളുടെ ഇമവെട്ടാത്ത നോട്ടമേറ്റപ്പോൾ വിറങ്ങലിക്കുന്നതായി എനിക്ക് തോന്നി. എന്തിനാണ് ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? എനിക്ക് നിൻ്റെ നോട്ടം തീരെ പിടിക്കുന്നില്ല, ഞാൻ വായിലെ വെള്ളം തുപ്പിക്കൊണ്ട് പറഞ്ഞു. അവൾ ആ വെള്ളത്തിൽ നിന്ന് കയറി അലക്കുകല്ലിന്മേലിരുന്നു. വീണ്ടും തൻ്റെ ഇമവെട്ടാത്ത കണ്ണുകളാൽ എന്നെ നിരീക്ഷിച്ചു. ഓരോ ചലനങ്ങളെയും ആ കണ്ണുകൾ അനുഗമിച്ചു. ഞാൻ കഴുത്തുവരെ വെള്ളത്തിൽ ഒളിഞ്ഞു നിന്ന് അവളെ അഭിമുഖീകരിച്ചു. കല്യാണിക്കുട്ടി, നീ ഇങ്ങനെ എന്നെ നോക്കുന്നത് എന്തിനാണ്? എനിക്ക് നിൻ്റെ നോട്ടം തീരെ പിടിക്കുന്നില്ല, ഞാൻ വിളിച്ചു പറഞ്ഞു. നുണക്കുഴികൾ വെളിപ്പെടുത്തിക്കൊണ്ട് അവൾ ചിരിച്ചു. നിന്റെ സൗന്ദര്യം ഇത്ര കണ്ട് വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇന്നാണ് കണ്ടറിഞ്ഞത്. കുറ്റമല്ല ഗോവിന്ദൻകുട്ടിയും മറ്റും നിന്റെ പിന്നിൽ എല്ലായ്പ്പോഴും മൂളിപ്പാട്ടും പാടി നടക്കുന്നത്, അവൾ പറഞ്ഞു. അസംബന്ധം പറയരുത്. എൻ്റെ പിന്നിൽ ആരും നടക്കാറില്ല. എൻ്റെ പിന്നിൽ പാട്ടും പാടി നടക്കാൻ ഈ നാട്ടിൽ ആർക്കും ധൈര്യം വരില്ല, ഞാൻ പറഞ്ഞു. നീ ധനികയായതുകൊണ്ടാണോ? കല്യാണിക്കുട്ടി ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. പിന്നീട് വെള്ളത്തിൽ നീന്തുവാൻ എനിക്ക് ഉത്സാഹം തോന്നിയില്ല. ധൃതിയിൽ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറിയപ്പോൾ അവൾ എന്നെ ഗാഢമായി ആശ്ലേഷിച്ച് എൻ്റെ മുഖത്തും കഴുത്തിലും മുലകൾക്കിടയിലും ചുംബിച്ചു തുടങ്ങി. അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. നിർത്തു കല്യാണിക്കുട്ടി, എന്തു വിഡ്ഢിത്തമാണിതൊക്കെ. ഈ നിമിഷത്തിൽ നീ ഇത് നിർത്തണം. ഇല്ലെങ്കിൽ ഞാൻ ഇനിമേലാൽ ഒരിക്കലും നിന്നോട് സംസാരിക്കുകയില്ല, ഞാൻ സ്വരം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. കളപ്പുരയുടെ മുമ്പിലുള്ള മൺവഴിയിൽ ആരുടെയോ കാലൊച്ച ഞാൻ കേട്ടു. അമ്മായി ആയിരിക്കുമോ? കല്യാണിക്കുട്ടി എന്നെ ചുംബിക്കുന്നത് കണ്ടാൽ പിന്നീട് ഒരിക്കലും അവളെ എൻ്റെ വീട്ടിൽ കടത്തുകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പുറത്താരോ നിൽപ്പുണ്ട്, ഞാൻ പിറുപിറുത്തു. ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വായന ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ.